ഇൻഫാം രജത ജൂബിലി ദീപശിഖ പ്രയാണത്തിനും വിളംബര ജാഥയ്ക്കും പ്രൗഢോജ്വല തുടക്കം. ഇൻഫാം സ്ഥാപക ചെയർമാൻ ഫാദർ മാത്യു വടക്കേമുറിയുടെ കൂവപ്പള്ളി സെന്റ് ജോസഫ് പള്ളിയിലെ കബറിടത്തിൽ നിന്നാണ് ദക്ഷിണ മേഖല വിളംബര ജാഥയ്ക്കും ദീപശിഖ പ്രയാണത്തിനും തുടക്കമായത്. കൂവപ്പള്ളി സെന്റ് ജോസഫ് പള്ളിയിൽ കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹ ബലി അർപ്പിച്ചു. വികാരി ജനറൽ റവറൻഡ് ഡോക്ടർ ജോസഫ് വെള്ളമറ്റം, ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ, വിവിധ കാർഷിക ജില്ലകൾ, താലൂക്കുകൾ എന്നിവരെ പ്രതിനിധീകരിച്ച് 24 വൈദികർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. കർഷകരെ ചേർത്ത് പിടിച്ച ഇത്രയും വലിയൊരു കർഷക പ്രസ്ഥാനം വേറെയില്ലെന്ന് മാർ ജോസ് പുളിക്കൽ വിശുദ്ധ കുർബാന മധ്യയുള്ള സന്ദേശത്തിൽ പറഞ്ഞു. വരുന്ന കാലങ്ങളിൽ കേരളത്തിന്റെ കർഷകർക്ക് സംസ്ഥാന രാഷ്ട്രീയ നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വത്തോട് പോലും സംസാരിക്കാനായിട്ട് സാധിക്കണം. അത് അതിന്റെ ഒരു ലക്ഷ്യമാണ്. പലരെ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് കർഷകർ എന്നുള്ളത് നമുക്കെല്ലാം അറിവുള്ളതാണ്. അതിന് വ്യത്യസ്തമായ കാരണമുണ്ട്. അസംഘടിതരാണ് കർഷകർ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാരണം. കർഷകരുടെ കാർഷിക മേഖലയുടെ പ്രാധാന്യം സർക്കാരുകൾക്ക് അറിവില്ലാതിട്ടല്ല, പലപ്പോഴും അതൊക്കെ ശരിയായ വിധം അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ നടന്നു പ്രവർത്തിക്കുന്നത് അവർ അസംഘടിതരാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അസംഘടിതമായ കർഷക സ്വഭാവം മാറി സംഘടിതമായിട്ട് കർഷകരെ ചേർത്ത് പിടിച്ച് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുന്നേറുവാനിപ്പോൾ ഒരു സംഘടന നമുക്കുണ്ട്. അതിന് സ്വാർത്ഥ ലക്ഷ്യങ്ങളോ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളോ ഒന്നുമില്ല. മറിച്ച് കർഷക മേഖലയുടെ വളർച്ച ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണ സംവിധാനങ്ങളെ ശരിയായ കർഷകരെ നയിക്കുന്നതിന് വേണ്ടി ഒരുക്കുക, ഒപ്പം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തീക്ഷ്ണമായ സമർപ്പണത്തോടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത കർഷകരുടെ ഉന്നതി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരുമിച്ച് ചേർന്ന കർഷക സംഘടനയെന്ന നിലയിൽ ഇൻഫാമിന് അതുല്യമായ സ്ഥാനം ഭാരതത്തിൽ തന്നെയുണ്ട്. 12ഓളം സംസ്ഥാനങ്ങളിലും കേരളത്തിലെ 13 റവന്യൂ ജില്ലകളിലും പടർന്നു പന്തലിച്ച വലിയ കർഷക സംഘടനയായി ഇൻഫാം വളർന്നിരിക്കുന്നുവെന്നും മാർ ജോസഫ് പുളിക്കൽ കൂട്ടിച്ചേർത്തു. 12ഓളം സംസ്ഥാനങ്ങളിലും കേരളത്തിലെ 13 റവന്യൂ ജില്ലകളിലും പടർന്നു പന്തലിച്ച വലിയ കർഷക സംഘടനയായി ഇൻഫാം വളർന്നിരിക്കുന്നുവെന്നും മാർ ജോസ് പുളിക്കൽ കൂട്ടിച്ചേർത്തു. ഫാദർ മാത്യു വടക്കേമുറിയുടെ കബറിടത്തിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് കാഞ്ഞിരപ്പള്ളി രൂപത മുൻ ബിഷപ്പ് മാർ മാത്യു അറക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് മാർ ജോസ് പുളിക്കൽ, മാർ മാത്യു അറക്കൽ എന്നിവർ കത്തിച്ചു നൽകിയ ദീപശിഖ ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ഏറ്റുവാങ്ങി. ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന പ്രസിഡന്റ് ജോസ് ഇടപ്പാട്ടിന് കൈമാറി. ഇൻഫാം സ്ഥാപക നേതാക്കളായ അന്തരിച്ച ഫാദർ മാത്യു വടക്കേമുറി, ഫാദർ ആന്റണി കൊഴുവനാൽ, MC ജോർജ്, മൊയ്തീൻ ഹാജി, ബേബി പെരുമാലിൽ തുടങ്ങിയവർ കാർഷിക മേഖലയ്ക്ക് ദൈവം നൽകിയ വരദാനങ്ങളാണെന്ന് ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു. തുടർന്ന് സംസ്ഥാനതല ദക്ഷിണ മേഖല വിളംബര ജാഥ പ്രയാണം ആരംഭിച്ചു. പൊൻകുന്നത്ത് കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയുടെയും, പാലാ അരുണാപുരം സെന്റ് തോമസ് പള്ളി അങ്കണത്തിൽ പാലാ കാർഷിക ജില്ലയുടെയും, വാഴക്കുളത്ത് കോതമംഗലം കാർഷിക ജില്ലയുടെയും, മുഹമ്മയിൽ ചങ്ങനാശ്ശേരി കാർഷിക ജില്ലയുടെയും സ്വീകരണം നൽകി.